എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം സ്പിരിച്വൽ മാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നിന്നാണ്. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അഹരോൻ്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. അഹരോൻ്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. ഈ മിരിയാം പ്രവാചകിയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ ആദ്യമായിട്ട് ഇവിടെയാണ് ഒരു സ്ത്രീയെ പ്രവാചകി എന്ന് വിളിക്കുന്നത്. ഒരു പ്രവാചകി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന പേരെന്ന് വെച്ചാൽ ദെബോറ അല്ലെങ്കിൽ ഹുൽദ, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ പ്രവാചകിമാരെന്ന് പറയുമ്പോൾ ഫിലിപ്പോസിൻ്റെ 4 പെൺപിള്ളേർ, അന്ന, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. മിരിയാമിനെ പ്രവാചകിയായിട്ട് നമ്മൾ കാണാറില്ല. പക്ഷെ ഇവിടെ ബൈബിൾ പറയുന്ന മിരിയാം എന്ന പ്രവാചകി, ആദ്യമായിട്ടൊരു സ്ത്രീയെ പ്രവാചകി എന്ന് വിളിക്കുന്നത് മിരിയാമിനെയാണ്. ഈ പുറപ്പാട് പുസ്തകം എഴുതിയതാരാ? മോശ. മോശയെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നത് എന്തെന്നറിയോ? ഡ്യൂട്ടറോണോമി ചാപ്റ്റർ 34:10, ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദൈവം മോശയെക്കുറിച്ച് പറയാണ്, മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ അതിനു മുമ്പും അതിനുശേഷവും വന്നിട്ടില്ല. ഈ ലോകത്തിലെങ്ങും മോശയെ പോലെയുള്ള ഒരു പ്രവാചകൻ വന്നിട്ടില്ലെന്ന് ദൈവം പറയുന്നു. അപ്പൊ ദൈവം മോശയെക്കുറിച്ച് അവൻ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് സാക്ഷ്യം പറഞ്ഞ ആ മോശ പറയാണ് മിരിയാം എന്ന പ്രവാചകി. ചോദ്യം: എന്നതാണ് മിരിയാം പ്രവചിച്ചത്? എപ്പോഴാണ് മിരിയാം പ്രവചിച്ചത്? മിരിയാമിൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ മിരിയാമിൻ്റെ ജീവിതത്തിൻ്റെ കഥ തുടങ്ങുന്നത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലാണ്. അവിടെ എങ്ങും മിരിയാമിൻ്റെ പേര് പറയുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ വരുമ്പോഴാണ് മിരിയാമിൻ്റെ പേര് പറയുന്നത്. ഈ മിരിയാം എന്ന പ്രവാചകി ഈ പെൺകുട്ടി പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ മിരിയാമിൻ്റെ കഥ തുടങ്ങുന്നു. നമ്മൾക്കറിയാം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് 4-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ മോശ കുഞ്ഞ് ജനിക്കുന്നതിനെ കുറിച്ചുള്ള കഥയാണ്. മോശ ജനിക്കുന്നു, അവൻ്റെ അമ്മ അവന് ദൈവിക ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവനെ 3 മാസത്തോളം സൂക്ഷിച്ചു വെക്കുന്നു. 3 മാസമായപ്പോൾ അവനെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന് വേണ്ടി ഒരു ഞാവണപ്പെട്ടകം പണിത് അവനെ അതിനകത്ത് വെച്ച് നൈൽ നദിയുടെ തീരത്ത് അവനെ കൊണ്ടുവച്ചിട്ട് അമ്മ മടങ്ങി വീട്ടിൽ പോകുന്നു. പക്ഷെ അവൻ്റെ മൂത്ത ചേച്ചിയായിരിക്കുന്ന മിരിയാം അമ്മയുടെ കൂടെ വീട്ടിൽ പോയില്ല, അവിടെ നിന്ന്. അവിടെ തൊട്ടാണ് മിരിയാമിൻ്റെ കഥ തുടങ്ങുന്നത്. അവിടെ മിരിയാമിൻ്റെ പേര് പറയുന്നില്ല, പക്ഷെ മോശയുടെ മൂത്ത സഹോദരി എന്ന് പറയുന്നു. ബൈബിളിൽ പ്രത്യേകം പറയുന്നുണ്ട്, അമ്രാമിനും യോഖേബേദിനും 3 മക്കളായിരുന്നു, മോസസ്, ആരോൺ ആൻഡ് മിരിയാം. അപ്പം ഈ സഹോദരി ഈ മിരിയാം തന്നെയാണ്, വേറെ സഹോദരിയില്ല. ഈ മിരിയാം അവിടെ നിന്ന് അവിടെ പറയുന്നത് ഒരു അല്പം ദൂരത്ത് മാറി നിന്നു. എന്തിനാണെന്നറിയാം? ടു സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ കുഞ്ഞിന് എന്താ സംഭവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി. അതായത് ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഈ കുഞ്ഞിനെ ഏത് വന്യമൃഗമാണ് വന്ന് കീറി തിന്നാൻ പോകുന്നതെന്ന് കാണാൻ വേണ്ടി അല്ലായിരുന്നു. അവൾക്കറിയാം ഈ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞല്ല, ഇവൻ ഞങ്ങളെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പുറത്തിറങ്ങി ഞങ്ങളെ ഇവിടുന്ന് വിടുവിക്കേണ്ടിയവനാ. അപ്പോൾ ഇവൻ ആ പദ്ധതിയിലെത്തും, ഇവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറും. അതെന്തായാലും അമ്മ അവനെ നീൽനദിയുടെ തീരത്ത് കൊണ്ട് വെച്ചാലും അവൻ ഈ നീൽനദിയിൽ ഒഴുകിപ്പോയാലും എന്തായാലും അവൻ എത്തേണ്ടിയിടത്ത് അവൻ എത്തിയിരിക്കും. പക്ഷെ അവൻ എങ്ങനെയാണ് എത്തുന്നത്, അവൻ എവിടെയാണ് എത്തുന്നത്, അതെനിക്കൊന്ന് കാണണം. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അവൾ അവിടെ നിന്ന്. പ്രിയ ദൈവമക്കളെ, ആ ചെറുപ്രായത്തിൽ ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ആത്മീയ ദർശനം. ഒരു പ്രവാചകൻ അല്ല ഒരു പ്രവാചകി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ചിന്തിക്കും ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരാൾ. പ്രവാചകൻ എന്ന് പറയുന്ന ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരാൾ മാത്രമല്ല. ആക്ച്വലി പ്രവാചകൻ എന്ന് പറയുന്നത് someone who sees things with a godly perspective, ദൈവിക ദർശനം, അല്ല ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ കാണാൻ കഴിവുള്ള ഒരു വ്യക്തി. കാരണം അതനുസരിച്ച് പിന്നെ അവർ പ്രവർത്തിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ പ്രവാചകൻ എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്, അവരെ സീയേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ദൈവിക ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഇൻ എവറി സിറ്റുവേഷൻ. എല്ലാ സാഹചര്യത്തിലും ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉള്ള വ്യക്തി. ഈ കുഞ്ഞു പ്രായത്തിൽ ഈ മിരിയാമിന് ആ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഈ കുഞ്ഞിനൊരു ഇവൻ്റെ മേളിലൊരു വിളിയുണ്ട്, ഇവൻ അവിടെ എങ്ങനെ എത്തിപ്പെടും, എനിക്കൊന്ന് കാണണം. ആ ഒരു പ്രതീക്ഷയോടുകൂടി അതൊന്ന് കാണാൻ വേണ്ടി അവൾ അവിടെ നിന്നു. അപ്പോൾ അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊട്ടാരത്തിൽ നിന്ന് രാജാവിൻ്റെ മകളും അവളുടെ തോഴിമാരും ഒക്കെ ഇറങ്ങി വന്നു. കുഞ്ഞിനെ കണ്ടു,
കുഞ്ഞിനെ കണ്ടപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് രാജാവിൻ്റെ മകൾക്ക് ആ കുഞ്ഞിനോട് കനിവ് തോന്നി, ഒരു ദയ തോന്നി, അത്രേ ഉള്ളൂ. ദയ തോന്നി. കുഞ്ഞു കരയുക. ഒരു കുഞ്ഞു കരയുന്നാണ്ട് ഏതൊരു മനുഷ്യനും ദയ തോന്നും. അത്ര ഹൃദയകാഠിന്യമുള്ള മനുഷ്യരൊന്നും അല്ല, മനുഷ്യർക്ക് എല്ലാവർക്കും ദയ തോന്നും. അതുപോലെ അവൾക്കും ദയ തോന്നി, അത്രേ ഉള്ളൂ. ആ ദയ തോന്നിയ സമയത്ത് അവൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. ആ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് കിടക്കാൻ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഒരു എബ്രായൻ്റെ കുഞ്ഞാ. അത്രയും പറഞ്ഞു. അല്ല, ഞാൻ ഈ കുഞ്ഞിനെ അങ്ങ് എടുത്തോളാം എന്ന് അവൾ പറഞ്ഞില്ല. ഞാൻ ഈ കുഞ്ഞിനെ അങ്ങ് എടുത്താലോ എന്ന് അവളുടെ മനസ്സിൽ തോന്നിയില്ല. ബൈബിൾ അത് പറയുന്നില്ല. ബൈബിളിൽ ഇത്രേ പറയുന്നുള്ളൂ, അവൾക്ക് ആ കുഞ്ഞിനോട് മനസ്സലിവ് തോന്നി. അത് കരയുന്ന കണ്ടപ്പോൾ ഇതൊരു എബ്രായൻ്റെ കുഞ്ഞാണല്ലോ എന്ന് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ, അപ്പം ഈ മിരിയാം നിൽക്കുന്നതിൻ്റെ ദൂരം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാണത്തക്ക ദൂരത്തിൽ മാത്രമല്ല, ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണ് അത് കേൾക്കത്തക്ക ദൂരത്തിലും കൂടെ അവൾ നിൽക്കുന്നത്. ആ രാജാവിൻ്റെ പുത്രി അത് പറഞ്ഞത് കേൾക്കുകയും മിരിയാം ഒറ്റ ചാട്ടത്തിന് അവിടെ എത്തി. അവൾ പറഞ്ഞ വാക്കുകൾ വളരെ വളരെ ഒരു മോശയുടെ ജീവിതത്തെ തിരിച്ച വാക്കുകളാണ്. അവളവിടെ പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഈ കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്താൻ ഒരാളെ കണ്ടുപിടിക്കട്ടെ. ഇത് നമ്മുടെ മലയാളം ബൈബിളിൽ നിനക്ക് വേണ്ടി എന്ന പദം എഴുതിയിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിലും ഹിന്ദി ബൈബിളിലും മറ്റെല്ലാ ഭാഷകളും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഷാൽ ഐ ഗോ ആൻഡ് ഫൈൻഡ് എ ഹീബ്രു വുമൻ ഫോർ യു ടു ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ് ഫോർ യു. നിനക്ക് വേണ്ടി ഈ കുഞ്ഞിനെ വളർത്താൻ, നിനക്ക് വേണ്ടി ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവരട്ടെ. ആ നിനക്ക് വേണ്ടി എന്നുള്ള പദം വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം അത് എബ്രായ ബൈബിളിൽ അതിന് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ലാക്ക് എന്നുള്ള ഒരു പദമാണ്, LAK. ലാക്ക് എന്ന് വെച്ചാൽ ഫോർ യു, ഒരു ഫെമിനിൻ ടേമിൽ ഫോർ യു, നിനക്ക് വേണ്ടി ഈ കുഞ്ഞിനെ പാല് കൊടുത്തി കുറച്ച് നാൾ നോക്കാൻ വേണ്ടി ഒരാളെ. അത് അവൾ പറയാം, നീ ഈ കുഞ്ഞിനെ അങ്ങ് എടുത്തോ, നീ കുഞ്ഞിനെ അങ്ങ് വളർത്തിക്കോ, നീ കുഞ്ഞിനെ അങ്ങ് അഡോപ്റ്റ് ചെയ്തോ, നീ കുഞ്ഞിനെ അങ്ങ് കൊട്ടാരത്തിൽ കൊണ്ടുപോക്കോ, നിനക്ക് നീ പാല് കൊടുക്കുന്ന കാര്യമൊന്നും നീ വിഷമിക്കേണ്ട, നിനക്ക് വേണ്ടി പാല് കൊടുക്കാൻ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചോളാം, അതൊക്കെ ഞാൻ ചെയ്തോളാം, പക്ഷെ നീ ഇതിനെ അങ്ങ് എടുത്തോ. ആ ഐഡിയ, ഈ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തോളാനുള്ള ഐഡിയ ഈ ഫറവോന്റെ പുത്രിയുടെ മനസ്സിനകത്തേക്ക് ഇട്ടുകൊടുത്തത് ഈ കൊച്ചു പെൺകുട്ടിയാണ്. ദൈവിക ദർശനമുള്ള പെൺകുട്ടി, ഈ കുഞ്ഞിനൊരു ഭാവി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ പെൺകുട്ടി. അവള് അവസരം കണ്ടപ്പോൾ ഇത് ദൈവം തന്ന അവസരം എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതൊരു ദൈവിക ദർശനമുള്ള വ്യക്തിക്കേ പറ്റത്തുള്ളൂ. സാഹചര്യത്തെ മറ്റുള്ളവരെല്ലാവരും കാണുന്നത് പോലെ കാണുന്ന ഒരാൾക്ക് ദൈവം തരുന്ന അവസരങ്ങളെ അവസരങ്ങളായിട്ട് കാണാൻ സാധിക്കത്തില്ല. അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ മറ്റുള്ളവരെല്ലാവരും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ദൈവത്തിന് ഇതിനകത്തൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ ആ ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരിക്കണം. അത് ഏതൊരു പ്രായക്കാർക്കും സംഭവിക്കും, ഏതൊരു പ്രായക്കാർക്കും അത് സാധിക്കും. കുഞ്ഞു കൊച്ചാണെങ്കിലും ഏറ്റവും വലിയ പ്രായമുള്ള ആളാണെങ്കിലും അതിനായിട്ട് പാസ്റ്റർ ആയാലേ പറ്റൂ, അങ്ങനൊന്നുമല്ല. ഒരു വീട്ടമ്മയാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ആർക്കാണെങ്കിലും യു ക്യാൻ ഹാവ് എ സ്പിരിച്വൽ ഇൻസൈറ്റ്, ഒരു ഗോഡ്ലി പെർസ്പെക്റ്റീവ്, ദൈവത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ കാണാൻ ഉള്ളൊരു കഴിവ്, ഒരു കൃപ, അത് നമുക്കേവർക്കും സാധിക്കും. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് മിരിയാമിന് ചെയ്തത്. അതാ മോശ പറയുന്നത്, മിരിയാം എന്ന പ്രവാചകി, പ്രവചന ദർശനമുള്ള മിരിയാം. ഈ മിരിയാമിൻ്റെ ആ ഒരു പ്രവചന ദർശനം ഉള്ളത് കൊണ്ടാണ് മോശ കുഞ്ഞ് 10ാമത്തെ വാക്യം എത്തുമ്പോഴത്തേന് എന്തായി, മോശയുടെ അമ്മ കുഞ്ഞിനെ പാലൊക്കെ കൊടുത്ത് തിരിച്ച് ഫറവോൻ്റെ പുത്രിയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ഹിസ്റ്ററിയെ ഷെയ്ക്ക് ചെയ്ത ഒരു സംഭവം അവിടെ നടക്കുകയാണ്. ഇതിനൊന്നും ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു സംഭവം എന്താണെന്നറിയോ? ഒരു എബ്രായ കുഞ്ഞിനെ, ഈജിപ്ഷ്യൻ അല്ലാത്ത ഒരു കുഞ്ഞിനെ ഈജിപ്ഷ്യൻ കൊട്ടാരത്തിനകത്തേക്ക് ദത്തെടുക്കുക, ഒരു ലീഗൽ അഡോപ്ഷൻ പ്രൊസീജിയർ. 10ാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ അവൻ അവളുടെ മകനായി എന്ന് പറയുന്നത്. ദസ് ഹി ബിക്കെയിം ഹെർ സൺ. ആരുടെ? ഫറവോൻ്റെ പുത്രിയുടെ മകൻ, അതായത് ദ പ്രിൻസ് ഓഫ് ഈജിപ്റ്റ് എന്ന നിലയിൽ ഫറവോൻ ലീഗലി ഈ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ആ 10ാം വാക്യത്തിൽ നടക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഒരു കൊച്ചു പെൺകുട്ടിയുടെ ദർശനം.
8-ാം വാക്യത്തിൽ ഫറവോൻ്റെ പുത്രി ഇവളോട് പറയാ, ഓക്കെ നീ എന്നാ വിളിച്ചുകൊണ്ട് പോവാന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി തിരിച്ചു പോയ ദ ഗേൾ വെൻറ്റ് ആൻഡ് കോൾഡ് ഹെർ മദർ എന്ന് പറയുന്നത്, ആ ഗേൾ എന്ന പദം അത് വായിക്കുമ്പോൾ പല തിയോളജിയൻസും പറയും ആ പെൺകുട്ടിക്ക് അന്ന് ഒരു 10-12 വയസ്സേ ഉള്ളെന്ന് പറയും. പക്ഷേ ആ ഗേൾ എന്ന പദത്തിന് എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹൽമ എന്ന് പറയുമ്പോൾ യങ് മെയ്ഡൻ. അപ്പോൾ ഒരു 15-16 വയസ്സ് കാണും. 12 വയസ്സാണെങ്കിലും 16 വയസ്സാണെങ്കിലും ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദൈവം കാണുന്നത് പോലെ സാഹചര്യത്തെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചകി. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഒരു ഭാവനയാണ് ഈ കുഞ്ഞിങ്ങനെ കൊട്ടാരത്തിൽ കയറി കഴിഞ്ഞപ്പം ഈ മരിയാമിൻ്റെ ഹൃദയത്തിൽ ആ സന്തോഷം ഓർത്ത് വയ്ക്കേ, ഞാൻ ആഗ്രഹിച്ച പോലെ, ഞാൻ ദർശനം കണ്ടതുപോലെ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നല്ലോ. ഇനി ഈ കുഞ്ഞ് ഇവൻ വളർന്ന് ഇവൻ ഇവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങളെ രക്ഷിക്കും, ഇവനായിരിക്കും ഞങ്ങളുടെ സേവിയർ. എല്ലാ വർഷവും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേനും അവൾ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ എത്തി വലിഞ്ഞൊന്ന് നോക്കൂ, എന്താ അവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാ ഒരു കുഞ്ഞ് മോശയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കുഞ്ഞിന് 15 വയസ്സായി, 20 വയസ്സാകുമ്പോൾ ഒക്കെ ഇവള് ഇനിയിപ്പോൾ അവൻ വരുമോ, ഇനിയിപ്പോൾ അവൻ്റെ ആ ഒരു ലീഡർഷിപ്പ് റോൾ എടുത്ത് അവൻ ഞങ്ങളെ രക്ഷിക്കുമോ. 30 വയസ്സായി, 35-ാമത്തെ ബർത്ത്ഡേ, 38-ാമത്തെ ബർത്ത്ഡേ അവളിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ എത്തി നോക്കും. മോശ ഇപ്പോഴാണോ വരുന്നത്, ഈ വർഷമാണോ അവൻ ഞങ്ങളെ രക്ഷിക്കാൻ പുറത്തിറങ്ങുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ച് നോക്കിയപ്പോൾ 40-ാമത്തെ ബർത്ത്ഡേയിൽ അവളൊരു വാക്ക് കേട്ടു, അവളൊരു ന്യൂസ് കേട്ടു. പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ആ സഹോദരനുണ്ടല്ലോ, അവളുടെ കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞു, അവൻ സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടി നാട് വിട്ട് ഓടിപ്പോയി, അവനിനി നിന്നെ രക്ഷിക്കാൻ വരത്തില്ല, നിൻ്റെ പ്രതീക്ഷയെല്ലാം നീ അങ്ങ് വിട്ടുകള, ഇനിയിപ്പം നമുക്കിവിടെ അടിമകളായിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്യാനേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അവളുടെ സ്വന്തം വീട്ടുകാരും പറഞ്ഞാണ്, കുഞ്ഞെ നിൻ്റെ പ്രതീക്ഷയൊക്കെ അങ്ങ് കള, ഇനിയിപ്പം നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളായിരിക്കും, നമ്മൾ ഇങ്ങനെ അങ്ങ് ജീവിക്കാനായിരിക്കും. പക്ഷേ ചോദ്യം, മിരിയാം അവളുടെ പ്രതീക്ഷ വിട്ടോ? മിരിയാം അവളുടെ വിശ്വാസത്താലുള്ള നടപ്പ് വിട്ടിട്ട് കാഴ്ചയാൽ ഉള്ള നടപ്പ് തുടങ്ങിയോ? അതോ അവൾ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ചോ? എന്നിട്ടും അവൾ വിശ്വാസത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നോ? അതറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. ആ എപ്പിസോഡിൽ മിരിയാമിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇച്ചിരൂടെ ഡീറ്റെയിലിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുവരെ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ നമ്മൾ ഏത് സാഹചര്യം നേരിട്ടാലും ദൈവത്തോട് പറയാം, ദൈവമേ ഇതിനകത്ത് നിനക്കൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മിരിയാം ജീവിച്ചതുപോലെ, മിരിയാം കണ്ടതുപോലെ ദൈവിക ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാ സാഹചര്യത്തിലും കാണാനുള്ള ഒരു കൃപ ദൈവം നിങ്ങൾക്ക് നൽകി തരട്ടെ. ഗോഡ് ബ്ലെസ് യു.